വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. എൻ്റെ ചാനലിൽ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, അതിൽ UK NHS നേഴ്സസിൻ്റെ ലൈഫും എങ്ങനെയാണ് ഇവിടെ UK അവരുടെ ലൈഫ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മലയാളീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ വീഡിയോസിലും അങ്ങനെയാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ടും നമ്മൾ ഇപ്പോൾ UK വന്നു. നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട് UK എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നിറയെ ട്രോൾസ് കണ്ടിട്ടുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ 2025 2026 2030 നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ട്രോൾസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ UK വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ GPക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആക്ടിവേറ്റ് ആകും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ GPയെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺസൾട്ടൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതായത് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും, ഇങ്ങനെയുള്ള നിറയെ കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ UK വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ രാജ്യത്തും നമുക്കൊരു ID കാർഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ആധാർ പോലെ, ദുബായിൽ നമുക്ക് എമിറേറ്റ്സ് ID പോലെ, പിന്നെ ഇവിടെ നമുക്ക് BRP കാർഡ് എന്ന് പറയും. അപ്പോൾ ആ BRP കാർഡ് നിങ്ങൾ UK വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കൊരു മെയിൽ കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. വരുന്ന 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾ UK ലാൻഡ് ചെയ്ത് 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾ പോസ്റ്റ് കോഡ് സഹിതം നിങ്ങൾക്കൊരു മെയിൽ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ പോയി നിങ്ങളുടെ BRP കാർഡ് കളക്ട് ചെയ്യണം ഇന്ന പോസ്റ്റ് ഓഫീസിൽ നിന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ സംഭവം, ഈ മെയിൽ നിങ്ങൾ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ VFSന്റെ പരിപാടികളെല്ലാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോയി നിങ്ങളുടെ BRP കാർഡ് കിട്ടി. BRP കാർഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നിങ്ങളിപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഒരാൾ തനിയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ BRP കാർഡ് പോയി കളക്ട് ചെയ്തു. ഇപ്പോൾ അതിനിടയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടി, നിങ്ങളുടെ ഫാമിലി വന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ കുട്ടിയാണ് വന്നെന്നിരിക്കട്ടെ. നിങ്ങളിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയി, നിങ്ങളുടെ കുട്ടിയുടെ മാത്രമേ വന്നിട്ടുള്ളൂ, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വന്നിട്ടില്ല. ഈ ഹസ്ബൻഡും കുട്ടിയും തനിയാണ്, അവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് വന്നതെങ്കിൽ എനിക്ക് പറ്റിയതാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുട്ടിയുടെ മാത്രമായിട്ട് അവർ തന്നില്ല. കാരണം ഹസ്ബൻഡിൻ്റെയും കൂടെ വരാതെ കുട്ടിയുടെ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തു. ഹസ്ബൻഡിൻ്റെയും വന്നതിന് ശേഷം മാത്രമാണ് അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഒന്നിച്ച് കളക്ട് ചെയ്യാൻ പറ്റിയത്. ഇനി അതെല്ലാ പോസ്റ്റ് ഓഫീസിലും അത് ഫോളോ ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇവിടെ എങ്ങനെയായിരുന്നു സംഭവം. അപ്പോൾ BRP കാർഡ് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ BRP കാർഡ് തന്നെ വേണമെന്നില്ല, പാസ്പോർട്ട് ആയാലും മതി, ഏതൊക്കെ ഒരു വാലിഡ് ID പ്രൂഫ്. അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നിയറസ്റ്റ് GP പ്രാക്ടീസിൽ പോവുക, NHSൻ്റെ അണ്ടറിലുള്ള. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ന്യൂ ടെനൻ്റ് ആണ് ഈ ഏരിയയിൽ, ഇന്ന പോസ്റ്റ് കോഡിൽ, അപ്പോൾ നിങ്ങൾക്ക് GP രജിസ്ട്രേഷൻ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുൻപ് നിന്ന സ്ഥലത്ത് ഉള്ള ആ ഒരു GP ക്ലിനിക്കിൽ അവരെനിക്കൊരു ഫോം തന്നു. ആ ഫോം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളെ അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. അതങ്ങനെയാണ് നടന്നത്. ഇപ്പോൾ ഞങ്ങൾ വീട് മാറി ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ഞാൻ GPക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെന്നാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഫോംസും കാര്യങ്ങളൊന്നുമല്ല. അവിടെ അവരൊരു QR കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ അവരുടെ മെഡിക്കൽ പ്രാക്ടീസിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുകയും അതിൽ കയറി നമ്മൾ ഈച്ച് പേഴ്സണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെത് പഴയ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റണമായിരുന്നു. അപ്പം അതും തനിയൊന്നും മാറില്ല. നമ്മൾ ഇപ്പോൾ ഈ സൈറ്റിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യണം. കുട്ടിയുടേതും ചെയ്യണം, ഹസ്ബൻഡിനും ചെയ്യണം. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് അവരുടെ ആ സൈറ്റിൽ, അതായത് QR കോഡ് സ്കാൻ ചെയ്ത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7 ഡേയ്സിനുള്ളിൽ അത് ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞു. 7 to 10 ഡേയ്സിനുള്ളിൽ എനിക്ക് മെസ്സേജ്, പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഈ രാജ്യത്ത് ടെക്സ്റ്റ് മെസ്സേജിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളെല്ലാം വിട്ട് വാട്സപ്പ് കുറേയൊക്കെ മുന്നോട്ട് ഇങ്ങനെ വന്നു. ഇവർ പിന്നിലാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവരിപ്പോഴും ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും
മെയിലിൽ വരുന്നതിനേക്കാളിലും ടെക്സ്റ്റ് മെസ്സേജിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ആദിദേവ് രാജീവ്, അതായത് എൻ്റെ സണ്ണ് ആദിദേവ് രാജീവ്, യുവർ രജിസ്ട്രേഷൻ ഗോട്ട് ആക്ടിവേറ്റഡ് അണ്ടർ ദിസ് GP പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ നേരിട്ട് പോയിട്ട് ഡോക്ടറെ കാണുന്നതെന്ന്. അപ്പോൾ അന്ന് നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നേഴ്സ് നമുക്ക് ഫുൾ അസസ്മെൻറ്റും കാര്യങ്ങൾ, വെയിറ്റ്, ഹൈറ്റ്, ബ്ലഡ് പ്രഷർ ഇതെല്ലാം ചെയ്ത് നമുക്കൊരു അസസ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളെ ഇതാക്കി വെക്കുകയാണ് പതിവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് GP നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫീവറോ കാര്യങ്ങളോ വന്നെങ്കിൽ ഇപ്പോൾ അവർ ചോദിക്കും, അതായത് ഫസ്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ ആ കോളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ പോസ്റ്റ് കോഡ്, ഇതാണ് പറയേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ധാരാളം. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവരിതിൽ ചോദിക്കും നിങ്ങൾക്കിപ്പം ഈ ഒരു സിംറ്റംസ് വന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമായിട്ട് ഈ സിംറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഒരു 2 days അല്ലെങ്കിൽ യെസ്റ്റർഡേ തൊട്ട് തുടങ്ങിയ ഫീവർ സിംറ്റംസ് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ അത്ര സിവിയർ ആയിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഇന്ന് അപ്പോയിൻമെൻറ്റ് അവരുടെ സ്ലോട്ടും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇന്ന് അത് അർജൻറ്റ് അല്ലാത്തടത്തോളം ചിലപ്പം ഇന്ന് സ്ലോട്ട് ഒഴിവില്ലെങ്കിൽ നാളെ രാവിലെ 8 o'clock ശേഷം അല്ലെങ്കിൽ 9 o'clock ശേഷം നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞ് വെക്കാനും മതി. പിന്നെ ഒരു 5-7 days ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഫീവറാണ്, അല്ലെങ്കിൽ ഒരു 1 week ഫീവർ എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതിലവർ മാക്സിമം നമുക്ക് ഇന്നൊരു സ്ലോട്ട് ഉണ്ടെങ്കിൽ അത് തരാൻ തന്നെ നോക്കും. പിന്നെ നമുക്ക് GPയുടെ അവിടെ ഇന്ന് ഒഴിവൊന്നുമില്ല, നമുക്കൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഇല്ല, കംപ്ലീറ്റ് സ്ലോട്ടും ബുക്കായി. നമുക്ക് തീരെ വയ്യ, അത് പക്ഷേ ലൈഫ് ത്രെട്ടണിങ് ഒന്നും അല്ല. അങ്ങനെയാണെന്നുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇവിടെ 111 വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവർ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ സിംറ്റംസ് എല്ലാം ഇതുപോലെ തന്നെ അവർ ഹിസ്റ്ററി കളക്ട് ചെയ്യും. ഫുൾ ഹിസ്റ്ററി കളക്ട് ചെയ്തതിന് ശേഷം അവർ നമ്മുടെ നിയറസ്റ്റ് അർജൻറ്റ് കെയർ സെൻറ്ററിലേക്ക് നമ്മളെ റെഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ നിയറസ്റ്റ് അർജൻറ്റ് കെയർ സെൻറ്ററിലേക്ക് അവർ നമ്മളെ റെഫർ ചെയ്യുമ്പോഴത്തേക്കും നിയറസ്റ്റ് ആവാനും മതി, കുറച്ച് ദൂരം, അത് നമുക്ക് നിയറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടേക്ക് അവർ നമ്മളെ റെഫർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് 111 നമ്മളെ റെഫർ ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റ് ആ സെയിം ഡേയിൽ കിട്ടുന്നേ ഉള്ളൂ, ചെന്ന ഉടനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പനി വന്നു, അതിപ്പോൾ ഒരു 7 days കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കോഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു റിലീഫ് കിട്ടുന്നില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുവാണ്. നിങ്ങൾ GP പോയി കണ്ടു, GP കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളെല്ലാം തന്നു, എന്നിട്ടും നിങ്ങൾക്ക് അതിലൊരു ക്യൂർ ഇതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് ചെവിയിൽ ടിനിറ്റസ് പോലെ വന്നായിരുന്നു, അത് ഈ കോൾഡ് വെതറിൻ്റെ അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്നത്തെ എൻ്റെ പേടി കാരണം ഞാൻ പ്രൈവറ്റിൽ പോയിട്ടൊരു ENT കാണുമായിരുന്നു, കാരണം എനിക്കിവിടെ കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി, നമ്മൾ പക്ഷേ അപ്പോയിൻമെൻറ്റിന്, ഒരു കൺസൾട്ടൻ്റ് അപ്പോയിൻമെൻറ്റിന് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട സമയം മിനിമം 6 weeks അതിന് മേപ്പോട്ടുമാണ്. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പ്രൈവറ്റിൽ പോയി കാണിച്ചു പോകും, അത് നമ്മുടെ ആരും തെറ്റല്ല. ഇപ്പോൾ എനിക്ക് ഈ പനി കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ചുമയും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ഞാനിങ്ങനെ GP പോയി. ഒരു പ്രാവശ്യം 2 പ്രാവശ്യത്തെ ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിഞ്ഞപ്പം അവർക്ക് തന്നെ മനസ്സിലായി ഇത് മാറുന്നില്ല. അപ്പോൾ അവരെനിക്ക് ഇവിടെ ബിർമിംഗ്ഹാം ചെസ്റ്റ് ക്ലിനിക്കിലേക്ക് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഡോക്ടർക്ക് നമ്മുടെ GP തന്നെ റെഫർ ചെയ്തു. ആ റെഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വീട്ടിൽ പോസ്റ്റിൽ, അതുപോലെ തന്നെ പോസ്റ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു നാടാണിത്. പോസ്റ്റിൽ എനിക്ക് ലെറ്റർ വന്നു, ഇന്ന ദിവസം നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഇന്ന ചെസ്റ്റ് ക്ലിനിക്കിൽ ഇന്ന ഡോക്ടറുമായിട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യണം, അല്ലെങ്കിൽ ആ ഡേയിൽ നമുക്ക് ഒഴിവില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു നമ്പർ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ മെയിൽ, അവരുടെ സെക്രട്ടറിയുടെ ഒരു മെയിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അതെല്ലാ ലെറ്ററിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കിട്ടിയ ലെറ്റേഴ്സിലാണ് 2 പ്രാവശ്യം എനിക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, 2ലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിളിച്ച് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നത് വഴി അവർക്ക് ഇപ്പം നിങ്ങൾക്കത് വേണ്ട, ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് അർജൻറ്റിലുള്ള വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരിക്കലും വന്ന് ഇൻഫോം ചെയ്യാതെ നമ്മൾ വിടരുത്. വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് അന്നത്തെ ദിവസം വരെയും കൺഫേംഡ് ആണ്, നമ്മൾ ചെല്ലുന്നില്ല, പക്ഷെ ആ ഒരു സ്ലോട്ട് പോയില്ലേ, ആ സ്ലോട്ട് ഇവിടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു. കാരണം ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു GP രജിസ്ട്രേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു വാലിഡ് ID പ്രൂഫുമായിട്ട് നേരെ നിങ്ങൾ ക്ലിനിക്കിലേക്ക് ചെന്നാൽ മതി, നിയറസ്റ്റ് GP പ്രാക്ടീസിൽ പോയി ചെയ്താൽ മതി. പിന്നെ എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ ഫീവറോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്കിൻ്റെ ഒരു ഓപ്പണിംഗ് ടൈം മോർണിംഗ് 9 o'clock ആണ് എല്ലായിടത്തും, അങ്ങനെ ഒരു 9 o'clock ശേഷം നമ്മൾ വിളിക്കുക. അന്നത്തേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ കാര്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെവിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇവിടെ പോയി പ്രൈവറ്റിൽ പോയി കണ്ടു. അവർ ചെക്ക് ചെയ്തിട്ടൊന്നും എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് 8 ഇയേഴ്സ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തത്. അണ്ടർ DHAയുടെ ഇതിലാണ്, ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ഞാൻ മുൻപ് വർക്ക് ചെയ്തത് ഒരു ENT ക്ലിനിക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഡയറക്റ്റ് ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നേരിട്ട് വാ, നമുക്ക് കാണാം, ചെവി നോക്കാമെന്ന് പറഞ്ഞു. കാരണം ആൾ ഓഡിയോ വെസ്റ്റിബുലറിൽ നല്ല പെർഫെക്റ്റ് ആണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ഞാനൊരു 2022 ഡിസംബറിൽ ലാസ്റ്റ് ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് നേരെ ഞാൻ പോകുമായിരുന്നു. പോയി ഡോക്ടറെ പോയി കണ്ടിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കുമായിരുന്നു. അതന്നത്തെ വന്നതേ ഉള്ളൂ, ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം കൊണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിനിറ്റസ് വെച്ചിട്ടില്ല, നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെവിയിലിരുന്ന് ഇങ്ങനെ മൂളുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ടെൻഷനും വെപ്രാളം കൊണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു GP രജിസ്ട്രേഷൻ UK വന്നു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിറയെ വ്യൂസും കാര്യങ്ങളെല്ലാം എൻ്റെ ഓരോ വീഡിയോസിനും കിട്ടാറുണ്ട്. പ്ലീസ് ഈ വ്യൂ ചെയ്യുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ല്. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇൻഫർമേഷൻസ്, ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, UK ആദ്യമായി ഒരു നേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് വലിയ ആധികാരികമായിട്ട് ഒന്നിനെപ്പറ്റിയും പറയാനില്ല. എന്തൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു മനുഷ്യന് തോന്നുന്ന കുറച്ച് സംശയങ്ങൾ UK ആദ്യമായിട്ട് വന്നു കഴിഞ്ഞ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.